അവളെന്നെ ചതിക്കാൻ തോന്നുന്നുണ്ട്. എന്നതാ 3-4 വട്ടം കസ്റ്റമർ വിളിക്കും, എന്നിട്ടോ മണിക്കൂർ 4 ഇരിക്കുന്നു വർത്താൻ പറഞ്ഞു. എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവള് കട്ട് ചെയ്ത് വിടും. ഇതിനൊക്കെ അവളെ അനുഭവിക്കും. ഓ കിട്ടി. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ? അണ്ണല്ല പറയാറ്, അണ്ണന്റെ കൂട്ടുകാരുണ്ട്, അണ്ണ ഭയങ്കര പുലിയാണ്, നമുക്ക് വേണ്ടിട്ട് എന്തുണ്ടായാലും ചെയ്തരാന്ന്. ഒരു ഹാക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കാര്യം എന്തായി? നമ്മക്കൊന്ന് മുട്ടിച്ചാണ്ണ അവളെ ഫോണൊന്ന് വാരി പറക്കി നോക്കണം എനിക്ക്. നിന്റെ പെണ്ണിന്റെ ചാറ്റ് കണ്ടാത്തല്ലേ എന്റെ പണി. അണ്ണാ എനിക്ക് അണ്ണാണുള്ള അണ്ണ എങ്ങനെ സെറ്റാക്കിയത് അണ്ണ? അണ്ണന്റെ ധീരതയും ധൈര്യം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് നടക്കണേ. നമുക്കൊരാവശ്യം വന്നപ്പോ അണ്ണ ഇല്ലല്ലേ? സമ്മതിക്കൂല. എങ്ങനെയും സെറ്റാക്കണ്ണ? അണ്ണന്റെ ആ കൂട്ടുകാരൻ തീയാണ് തീപ്പൊരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും പറ്റില്ലല്ലേ? എങ്ങനെ സെറ്റാക്കണ്ട? അണ്ണന്റെ കാല് ഞാൻ പിടിക്കണ്ണ. അത് പോട്ടെ, എനിക്ക് അവനെ സെറ്റാക്കിയതാ ആ ഏക്കറ. അവനെ എന്നാലും എന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. എങ്ങനെയും ശരിയാക്കണ്ണ. അവൻ ഇങ്ങനെ ഈ സിമ്പിൾ പരിപാടിയൊന്നും എടുക്കാറില്ല. എന്നാലും അമ്മക്കൊന്ന് സംസാരിച്ചു നോക്കാം. പിന്നെ വള്ളി കേസൊന്നും അല്ലല്ലോടേ. അല്ല അണ്ണ, എങ്ങനെയും വിളിക്ക്. കൊച്ചുണ്ണിയാണ് മത്താപ്പം കിട്ടണോ കാണിച്ചു നോക്കിയ. ഓക്കേടാ, ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ, നീ വോയിസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തോ പറഞ്ഞ ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറിനകത്ത് ഇവരും പറയുന്നതെന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യും, അവളുടെ നമ്പർ പെണ്ടല്ലെങ്ങനെയാണ് ജോലി? അവൻ തന്നെടാ. ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു നോക്കട്ടെ. ഹലോ മിസ്റ്റർ കൊച്ചുണ്ണി, എന്തായി കാര്യങ്ങൾ? ആ കോംപ്ലിക്കേഷനാ. ആ ആ ആ ഓക്കെ, നീ വാട്സാപ്പിൽ വോയിസ് അയച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഞങ്ങൾക്ക് വാട്സാപ്പ് കയറി നോക്കാം. ഓക്കെ. എന്താണ് ആ വാട്സാപ്പിൽ ഒരു വോയിസ് അയക്കാൻ പറഞ്ഞു. നോക്കാം വാ. ഡേ, ഞാൻ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തി ചെയ്യും, അതെനിക്കറിയാല്ലേ. പിന്നെ കൊച്ചുണ്ണിയെ ഞാൻ നിനക്ക് മുട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവ ഇതിനല്ല ഇതിനപ്പുറവും ചെയ്യും. അവൻ്റെ ഹാക്കിങ് ഞാൻ പണ്ട് തൊട്ടേ കാണാൻ തുടങ്ങി. എന്തായാലും ഇതിൽ എന്തേലും ഒരു സാധനം ഉണ്ടാവും മോനെ. എൻ്റെ പെണ്ണിൻ്റെ അധോഗതി അവളെ വലിച്ചേറി ഒട്ടിക്കുമ്പോൾ. അളിയാ, നീ പറഞ്ഞ പരിപാടി ഞാൻ നോക്കി. സംഭവം അത്ര എളുപ്പമുള്ള കാര്യമില്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണത്. എന്നാലും പിന്നെ എൻ്റെ കയ്യിൽ വരുന്ന വർക്കൊക്കെ നിനക്കറിയാലോ, പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്ത് പിടിക്കാനത്. ആദ്യം നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാക്ക് ചെയ്യേണ്ട ആളുടെ ഫോൺ നീ കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ആ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലിങ്ക് ഫോണിൽ സെറ്റാക്കി അവിടെ വെച്ചാൽ മതി. ഞാൻ ഏറ്റവും ചെറിയ പരിപാടിയാണോ. ആളുടെ ഫോണ് നീ എടുക്കുക, ലിങ്ക് എടുക്കുക, സെറ്റാക്കുക, അത്രേ ഉള്ളൂ. സാധാരണ കൊച്ചുണ്ണിക്ക് ഇങ്ങനെ പറ്റാത്തതാണ്. ഈ കഴിവില്ലാത്ത കഴിവേറി അവന്റെ ഹാക്കറ് കൊച്ചുണ്ണി ഹാക്കറ്. കുഴപ്പമില്ലടാ, അണ്ണനല്ലേ എൻ്റെ കൂടെ വയ്ക്കുന്നത്. ഇതല്ലെങ്കിൽ വേറെ വഴി അണ്ണൻ എനിക്ക് ഉണ്ടാക്കി തരും. അണ്ണന്റെ കൂക്കു കുചേലൻ. ഓടാ അണ്ണനൊന്നും ചെയ്യില്ലടാ.
ഇതൊക്കെ ചെയ്യാന്ന് എനിക്ക് അവളുടെ ഫോൺ കയ്യിലെടുത്ത് വെച്ച് നോക്കിക്കൂടെ? അണ്ണനുണ്ട് അണ്ണന്റെ കൊച്ചണി. പോവാ ഞാൻ വരണ്ടേ നാളെ.